നമ്മുടെ ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റി. പുതിയ പോസ്റ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ സത്യത്തിൽ എനിക്കൊരു സങ്കടം വന്നു. കാരണം കേരളത്തിലെ ഗവർണറായിരിക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആളായിട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ മാറി. പിണറായി വിജയനേക്കാളും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാനെ. എന്തൊരു ധൈര്യമായിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു. ഒരു വീട്ടിലെ ഒരു ഗ്രഹനാഥൻ്റെ ഒരു മുത്തച്ഛൻ്റെ സ്ഥാനം എല്ലാവരും കൽപ്പിച്ചു കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ഒരു ആർജവമുണ്ടല്ലോ. SFIക്കാർ തടയുക, എന്നാൽ തടയട എന്ന് പറഞ്ഞ് വഴിയിലിറങ്ങി നിൽക്കും. ബെല്ല് വിളിച്ചപ്പോൾ വഴിയിലിറങ്ങി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോഴിക്കോട് മിഠായി തെരുവിൽ ചെന്നിറങ്ങി എല്ലാ കടയിലും കയറി ഹൽവ മേടിച്ച് കഴിച്ച ഗവർണർ. എന്തൊരു ധൈര്യമാണ്. കൊല്ലം ജില്ലയിൽ എങ്ങാണ്ടോ SFIക്കാർ തടയാൻ വന്നപ്പോൾ ഇറങ്ങി വന്നിട്ട് റോഡിൽ കസേരയിട്ട് അവിടെ ഇരുന്നു. എന്നാൽ പിന്നെ കാണട്ടെ എന്ന് പറഞ്ഞു. SFIക്കാർ ഓടി. ഗവർണർ ഇറങ്ങി വരുമെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അദ്ദേഹത്തെ പിന്നെ ഇവിടുന്ന് ബീഹാറിലേക്ക് മാറ്റി. ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ നാടകീയമായി മാറി രാജ്യസഭയിലേക്ക് പോകുന്നു. അപ്പോൾ ഗവർണറും മാറുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ എങ്ങോട്ടായിരിക്കും പോകുന്നത്? നിതീഷ് ഇനി എന്ത് ചെയ്യും? ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വേണം. നിതീഷിന്റെ കാര്യം, നിതീഷിനെ കേന്ദ്ര ക്യാബിനറ്റിൽ എടുക്കുമായിരിക്കും അവർ. ഏതെങ്കിലും ഏത് വകുപ്പാണെന്നുള്ളത് പ്രധാനപ്പെട്ട കൊടുക്കാതിരിക്കില്ല. കാരണം അദ്ദേഹത്തിന്റെ സർവീസസ് അവർ ഉപയോഗപ്പെടുത്തും. കാരണം അദ്ദേഹം നല്ലൊരു റെയിൽവേ മന്ത്രിയായിരുന്നു. റെയിൽവേ ഇപ്പോൾ നന്നായിട്ട് അശ്വിനി വൈഷ്ണവ്. അതെ, പക്ഷേ വേറെ ഏതെങ്കിലും ഒരു മന്ത്രിസഭ ഒരു വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുമായിരിക്കും. കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന് കൊടുക്കുമായിരിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ മകനെ JDUവിന്റെ സംസ്ഥാന നേതാവാക്കുന്നു. അതെ, ഉപമുഖ്യമന്ത്രിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നടക്കും. പിന്നെ അവർക്ക് അവിടെ നല്ല വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടല്ലോ. അവിടെ പ്രതിപക്ഷം 202 സീറ്റോ മറ്റോ ഉണ്ട്. പ്രതിപക്ഷം ഇല്ലാത്ത അവസ്ഥയിലാണെന്ന് തോന്നുന്നു അവിടെ. അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റേറ്റഡ് ആണ് പ്രതിപക്ഷം. അപ്പം ഇവിടെ ഗവർണറായിരുന്നപ്പോൾ ഒരു ജനകീയ നേതാവായിരുന്നു അദ്ദേഹം, ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രമാത്രം ജനകീയത നേടിയിട്ടുള്ള, ആദരവ് നേടിയിട്ടുള്ള ഒരു ഗവർണർ ഉണ്ടായിരുന്നില്ല. രാജ്ഭവൻ എന്ന് പറഞ്ഞാൽ ഒരു ദന്തഗോപുരമല്ല, ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത ആളാണ്. സുനിൽ ഓർക്കണില്ലേ, ആ 1-2 ഡൗറി ഡെത്തോ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം വളരെ നിരാശനായിരുന്നു, ദുഃഖിതനായിരുന്നു. അദ്ദേഹം ആ വീടുകളൊക്കെ സന്ദർശിച്ച് അവരുടെ ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കളെയൊക്കെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം എല്ലാ യൂണിവേഴ്സിറ്റികളിലും പോയപ്പോൾ കുട്ടികളുടെ അടുത്ത് വിദ്യാർത്ഥികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും സ്ത്രീധന വിരുദ്ധ പ്രതിജ്ഞ എടുക്കണം എന്ന് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഗവർണർ ഒന്നിങ്ങനെയൊക്കെ ചെയ്യണേ. അപ്പം പലർക്കും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അറിയില്ല. ഞാനിത് കുറച്ച് കാലമാറ്റക്കാരൊക്കെയാണെന്ന് പറഞ്ഞാണ് ഇവിടെ CPMകാർ പ്രചാരണം നടത്തിയത്. ഒരുത്തൻ പറഞ്ഞു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണെന്ന് പറഞ്ഞു. അദ്ദേഹം 32 വയസ്സിലൊരു ക്യാബിനറ്റ് മന്ത്രിയായി. സിവിൽ ഏവിയേഷന്റെ 1984 രാജീവ് ഗാന്ധി ഇലക്ഷനിൽ ജയിച്ചില്ലേ, അന്ന് 400-ലധികം സീറ്റ് നേടിയ കോൺഗ്രസ് ജയിച്ചേ. അതിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടാണ് സിവിൽ ഏവിയേഷൻ മന്ത്രിയാക്കിയത്. അതിനുശേഷം അദ്ദേഹം എന്തിന് മന്ത്രിപദ രാജിവെച്ചു എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധി ഗവൺമെൻറ് ഷബാനു കേസിലെ കോടതി വിധി അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഭരണഘടന ഭേദഗതി ചെയ്തു. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഷബാനു കേസിൽ പറഞ്ഞത് ഭർത്താവ് ഉപേക്ഷിക്കുന്ന മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കണം എന്ന് ക്രിമിനൽ നടപടിക്രമം CRPCയിലെ വ്യവസ്ഥ മുസ്ലിം സമുദായത്തിനും ബാധകമാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട മുസ്ലിം പെണ്ണുങ്ങൾക്ക് ചെലവിന് കൊടുക്കണ്ട എന്ന് നിയമം ഉണ്ടാക്കി ഭരണഘടന മാറ്റി. അതിൽ പ്രതിഷേധിച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാമിക് ജൂറിസ്പ്രുഡൻസിൽ ഒരു അതോറിറ്റിയാണ് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ. വളരെ എന്താ പറയണ പേരെടുത്ത ഒരു വ്യക്തിയാണ്. നല്ലൊരു സ്കോളറാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ബീഹാറിലെ ഗവർണർ പദവിയിൽ നിന്നും മാറ്റി. ഇപ്പോൾ അതിന് പകരം സയ്യിദ് അത്ത ഹസ്നൈൻ എന്ന് പറഞ്ഞ പഴയ ലഫ്റ്റനന്റ് ജനറൽ പട്ടാളക്കാരൻ, പട്ടാള കമാൻഡറാണ്. പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പല പോസ്റ്റുകളും ഇരുന്ന് പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഉത്തരമേഖലയിലൊക്കെ ആർമി കമാൻഡറായിരുന്നു അദ്ദേഹം. അതുമാത്രമല്ല, വളരെ ഒരു എന്താ പറയുക സുരക്ഷിതത്വത്തെക്കുറിച്ചും ഭീകരവാദത്തെക്കുറിച്ചൊക്കെ വളരെയധികം പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെയാണ് ഗവർണറായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അവർ 2021 വരെ ഇവിടെ ജാർഖണ്ഡിലെ ഗവർണർ. ആരും അങ്ങനെ കേട്ടിട്ടില്ലായിരുന്നു.
5 വർഷം ആയിരുന്നു. പക്ഷെ മുർമുനെ അങ്ങനെ വളരെ പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ അവർ വളരെ അവർ ആ ഏരിയയിൽ വളരെ എന്താ പറയുക പോപ്പുലർ ആയിരുന്നു. അപ്പോൾ 2021 അവർക്ക് ഗവർണർ പദം ഒഴിഞ്ഞു. പിന്നെ അതിനുശേഷം അവർ വളരെ ഷി വാസ് ലൈങ് ലോ. അവർ പ്രധാനമന്ത്രിക്കായിട്ട് ചർച്ച ഇടയ്ക്ക് നടത്തിയെന്ന് പേപ്പറിലൊക്കെ കാണാമായിരുന്നു. നാച്ചുറലി ഒരു മുൻ ഗവർണർ എന്നുള്ള രീതിയിൽ പ്രധാനമന്ത്രിയെ കാണുക കുറച്ച് സ്വാഭാവികമാണല്ലോ. അവരെ അങ്ങനെ എല്ലാവരുടെയും വിസ്മൃതിയിലായി ഈ ദ്രൗപദി മുർമു. പിന്നെ ഒരു സുപ്രഭാതത്തിലേക്ക് 2022 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇവരാണ് രാഷ്ട്രപതി സ്ഥാനാർത്ഥി NDAയുടെ. അവർ വിജയിക്കുകയും ചെയ്തു. അതിൽ വലിയ അത്ഭുതമില്ല, കാരണം ഇന്ത്യക്ക് അന്ന് അവരെ വിജയിപ്പിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അടുത്ത വർഷം അവരുടെ ടേം തീരുക ദ്രൗപദി മുർമുവിൻ്റെ 2027. അടുത്ത വർഷം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ രണ്ടാമതൊരു ടേം അലൗ ചെയ്യുമെന്ന് എനിക്കറിയില്ല, കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു ടേമേ കൊടുക്കുന്നുള്ളൂ. കാരണം ഇപ്പോൾ ആയിക്കൂടി 2 ടേം കിട്ടിയിട്ടുള്ളത് രാജേന്ദ്ര പ്രസാദിന് മാത്രമേ ഉള്ളൂ. ബാക്കി ആർക്കും കിട്ടിയില്ല. 5 വർഷം കലാമിന് കൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നു, കോൺഗ്രസും CPM കൂടെ പരാജയപ്പെടുത്തി. അതെ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരുപക്ഷെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ നേതൃത്വം കണ്ടിട്ടുണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും എൻ്റെ ശക്തിയായ ഒരു വിശ്വാസം അദ്ദേഹം ആയിരിക്കും അടുത്ത രാഷ്ട്രപതി എന്നാണ്. കാരണം ഇപ്പോൾ ഒരു ന്യൂനപക്ഷ സമുദായക്കാരൻ, പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിശേഷണം തീരെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. എന്നിരുന്നാൽ കൂടി അത് മാത്രമല്ല, ഭാരതീയൻ എന്ന് പറയാനാണ്. അതെ. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ BJPക്ക് അവരുദ്ദേശിക്കുന്ന ആളെ രാഷ്ട്രപതിയാക്കാൻ പറ്റും. കാരണം പല സംസ്ഥാനങ്ങളിലും നല്ല വൻ ഭൂരിപക്ഷത്തോടു കൂടിയാണ്. ഇപ്പോൾ രാജ്യസഭയിലും ഭൂരിപക്ഷമായി. അപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും നിയമസഭാ അംഗങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് രാഷ്ട്രപതിനെ തെരഞ്ഞെടുക്കണം. വൻ ഭൂരിപക്ഷത്തോട് ജയിക്കുക അടുത്ത ആൾ. അതായിരിക്കാം ചിലപ്പോൾ അവർ മനസ്സിൽ കണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടും. അല്ലെങ്കിൽ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഈ പറഞ്ഞ അലിഗേഷൻ ഒന്നുമില്ല. അദ്ദേഹം കേരള ഗവർണർ ആയിരുന്നപ്പോഴും കൂടി കേന്ദ്രത്തിന് അദ്ദേഹത്തോട് വളരെ താല്പര്യമായിരുന്നു, വളരെ നല്ല റിലേഷൻ ആയിരുന്നു കേന്ദ്രവും ഗവർണറായിട്ടുണ്ടായിരുന്നത്. മാർക്സിസ്റ്റുകാർ കൊളാക്കി, കോൺഗ്രസ്സുകാർ കൊളാക്കി എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് നല്ലതിൻ്റെ വില മനസ്സിലാവില്ലല്ലോ. ഇപ്പോൾ ഈ നമ്മൾ ഈ ഒരു ഇതില്ലേ, കഴുത കുങ്കുമം പോയി. അതുപോലെയാണ് അവർക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഇതായത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രീയ ഭിക്ഷാംദേഹി എന്നൊക്കെ വിളിച്ച് ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ അപമാനിക്കാനൊക്കെ നോക്കി. പക്ഷെ അദ്ദേഹം അത് കാര്യമാക്കില്ല. സ്പോട്ടിംഗ് ടൈമിൽ എടുക്കുകയുള്ളൂ, പറഞ്ഞിട്ട് അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു. എന്നെ ഉമ്മൻചാണ്ടിക്കും ആന്റണിക്കൊക്കെ നന്നായിട്ട് അറിയാം, നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ എന്നെ പറ്റി എന്താ പറയണേന്ന്. അതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിരുന്നില്ല. അതായത് ഈ പറഞ്ഞ ആള് ഗോട്ടിക്ക കളിച്ചുകൊണ്ടിരുന്നൊക്കെ നടന്നപ്പോ ഇദ്ദേഹം കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തലപ്പത്തിരുന്നിരുന്ന വ്യക്തിയാണത്. സതീശന് കിട്ടിയ ഒന്നാന്തര മറുപടിയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാതെ മറ്റൊന്നുമില്ല, വേറൊന്നും കാണാനില്ല. പിന്നെ ഉള്ളത് മറ്റേ ഗവർണറെ ബംഗാളിലേക്ക് രവീനെ മാറ്റി. അതൊരു ഗംഭീര തീരുമാനമാണ് അല്ലേ? മമതാ ബാനർജിയുടെ പരിപ്പെടുക്കും. അവർക്ക് പറ്റിയൊരു ഗവർണറാണ് കിട്ടിയത്. അവരോട് എന്താ പറയുക, ചിരിച്ചുകൊണ്ട് അവർക്ക് എന്താ പറയണ വടി കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഈ എൻ്റെ കയ്യിലുള്ള അധികാരം ഇന്നതാണെന്ന് കാണിച്ചു കൊടുക്കണം. മാത്രമല്ല സാർ, വലിയ ഈ ബംഗാൾ ഇലക്ഷൻ എന്തായാലും തീർച്ചയായിട്ടും വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആയിട്ട് മാറ്റാൻ മമത ശ്രമിക്കും, TMC ശ്രമിക്കും. അപ്പോൾ ഒരു പോലീസുകാരനായ ഒരു ഗവർണർ അവിടെ വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു ഗംഭീര പരിപാടിയായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ ഈ SIRന്റെ പ്രവർത്തനങ്ങൾ ഇവർ അട്ടിമറിച്ചപ്പോൾ സുപ്രീം കോടതി ഇടപെട്ട് ജുഡീഷ്യൽ ഓഫീസർമാരെ വെച്ച് SIR നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ മമതയ്ക്ക് മാരകമായ അടിയാണത്. അപ്പോൾ ഒരുപക്ഷെ ഇനി അവർ ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളെ നീക്കാനും ഒരാളെ പോലും ചേർക്കാനും ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള അവർ തെരഞ്ഞെടുപ്പ് കലക്കാൻ എന്തും ചെയ്താൽ ഒരുപക്ഷെ ഈ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിക്കുക കൂടി ചെയ്താൽ ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു രാഷ്ട്രപതി ഭരണം വന്നേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ RN രവി ബംഗാൾ ഭരിക്കും. അത് മാത്രമല്ല, സുനിലിന് അറിയില്ലേ രവിയുടെ ബാക്ക്ഗ്രൗണ്ട്? അത് ഇന്റലിജൻസ് ബ്യൂറോയുടെ ചീഫായിരുന്നു, ജോയിന്റ് ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചീഫായിരുന്നു. വളരെ സമർത്ഥനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. ഇന്റലിജൻസ് ഗ്യാതറിങ്ങിൽ അദ്ദേഹം വളരെയധികം പ്രാവീണ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് ആരാണ്? കോൺഗ്രസ് ഗവൺമെൻറ്റാണ്.
നാഗാലാൻഡിലെ ഇൻ്റർലൊക്യൂട്ടറായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനും നാഗാലാൻഡ് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് ഐസക് ചിഷിസ്യു ആൻഡ് വേറൊരു മനുഷ്യനും കൂടിയുണ്ട്. ഐസക് ചിഷിൻസു, മറ്റേയാളുടെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഈ തീവ്രവാദ സംഘടനയുടെ ഇടയിൽ നിന്നിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആശയവിനിമയം നടത്തി അവർ പ്രശ്നങ്ങളൊക്കെ രമ്യതയായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രമിച്ച ആളാണ് അദ്ദേഹത്തിന്. പിന്നെ ഇവരുടെ ഈ തീവ്രവാദ പ്രവർത്തനത്തിന് അദ്ദേഹം എന്താ പറയണത്, ശക്തമായ നിലപാടെടുത്തു അതിനെതിരായിട്ട്. അതിപ്പോഴാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ഉണ്ടായത്. ഉടനെ തന്നെ തമിഴ്നാട്ടിലേക്ക് പോസ്റ്റ് ചെയ്തു. തമിഴ്നാട്ടിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് സ്റ്റാലിൻ ജീവനും കൊണ്ട് ഓടി തുടങ്ങി. അയ്യോ, എന്നെ അമർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് രവീനെ വിട്ടേക്കണെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാലിനും വൈക്കോയും കിടന്ന് ബഹളം കൂട്ടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം വന്നിട്ട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? നല്ല തെളിവ് ഇതാണ് കൊടുത്തിരുന്നത്. തമിഴ്നാട് നിയമസഭയിൽ പ്രസംഗിക്കേണ്ട ഇതേ ഭാഗത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും ചീത്ത പറഞ്ഞ് എഴുതി കൊടുത്തു. ആ ഭാഗമൊന്നും അങ്ങനെ വായിച്ചില്ല. അതുപോലെ ഇത്തവണ ദേശീയ ഗാനം പാടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അപ്പം തന്നെ വാക്കൗട്ട് നടത്തി. ഇരുന്ന് പോയില്ലേ സ്റ്റാലിൻ? അതെ അതെ. അപ്പോൾ അങ്ങനെ ഗവർണറായിട്ട് കൽക്കത്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഇൻ്റലിജൻസ് ഗ്യാതറിങ് കഴിവ്, പോലീസ് സർവീസിൽ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. അതായിരിക്കാം ഒരുപക്ഷെ ആനന്ദബോസിനെ മാറ്റാനുള്ള കാരണം. ആനന്ദബോസ് പിന്നെ പൊതുവെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്, ആരോഗ്യപരമായിട്ട് എന്തോ അദ്ദേഹത്തിന് എന്തോ ബൈപ്പാസ് സർജറി എല്ലാം കഴിഞ്ഞു. ബൈപ്പാസ് സർജറി കഴിഞ്ഞിരുന്നു ഒരു 4-5 മാസം. ആക്റ്റീവായിട്ട് എന്താ പറയുന്ന രംഗത്ത് വരാൻ സാധിക്കില്ല. കാരണം ഇലക്ഷൻ സമയത്ത് വളരെ ക്രൂഷ്യലാണ്. അതെ അതെ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിനെ മാറ്റിയതും രവീനെ അവിടെ അപ്പോയിന്റ് ചെയ്തതും. പക്ഷേ ഈ ആരിഫ് മുഹമ്മദ് ഖാന്റെ കേസിൽ ഞാൻ ഇപ്പോഴും ശക്തിയായിട്ട് വിശ്വസിക്കുന്നത് അദ്ദേഹം രാഷ്ട്രപതി ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് റിട്ടയർ ചെയ്യേണ്ട ഒരു പ്രായമൊന്നും ആയിട്ടില്ല. ഇല്ല. ആരോഗ്യ പ്രശ്നമൊന്നുമില്ല. വളരെ ആക്റ്റീവാണ്. നമ്മളെക്കാളൊക്കെ ആക്റ്റീവാണ്. ഏതായാലും നമുക്ക് അദ്ദേഹത്തെ പോലെ ഒരു രാഷ്ട്രപതിയെ രാജ്യം അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ദേശീയവാദിയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ വിശ്വാസമുള്ള ആളാണ്. അതിലൊക്കെ ഉപരി തൻ്റെ രാജ്യം എന്നുള്ള ബോധ്യം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ഒരു ദേശീയ മുസ്ലിമാണ്. അതെ അതെ അതെ, ഷുവർ. ഹി ഡിസേർവ്സ് ഒരു പോസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു തികച്ചും അപൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് അർഹിക്കേണ്ടതായ ഒരു സ്ഥാനം കൊടുക്കേണ്ടത് തന്നെയാണെന്നാണ് പറയുന്നത്. ഏതായാലും വലിയ സന്തോഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന, നമ്മുടെ വേണ്ടപ്പെട്ട, നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗം പോലെ നമ്മൾ സ്നേഹിച്ച, നമ്മൾ പരിഗണിച്ച, നമ്മൾ ഓർമ്മിക്കുന്ന ഒരു ഗവർണറാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയായി വരുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്, വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞു നിർത്താം, അല്ലേ സർ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഇന്ത്യ ലൈവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്നും ചെയ്യണ്ട. നമ്മുടെ ആ ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഉണ്ടല്ലോ, IND എന്ന് കാണുന്ന ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് അമർത്തുക. ഇപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണും ഒന്ന് അമർത്തുക. അങ്ങനെ ഞങ്ങളെ സഹായിക്കുക.